വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എബ്രായ ലേഖനം 11 അധ്യായം 11 വാക്യമാണ് നാം ഇവിടെ കേട്ടത്. സാറയും വിശ്വാസത്താൽ തന്നോട് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണിയപ്പോഴാണ് അവൾക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയായത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെ പൗലോസ് വിശദീകരിച്ച് നമ്മോട് സാറയെക്കുറിച്ച് പറയുവാൻ ഒരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാറ കേട്ടപ്പോൾ അബ്രഹാമിനെ പോലെ സാറയ്ക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തതായ സാറയെ അബ്രഹാമിനോടൊപ്പം വിശ്വസിക്കുന്നവളാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവരിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവളിൽ കൂടെ അല്ലെങ്കിൽ അവരിൽ കൂടെ നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ എന്ന് സ്വർഗത്തിന് മനസ്സിലായി. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് 3 പുരുഷന്മാർ അബ്രഹാമിന് വെളിപ്പെട്ടതായി ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അബ്രഹാം മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അവർ സൽക്കാരത്തിന് ശേഷം അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? എൻ്റെ ഭാര്യ സാറ കൂടാരത്തിലുണ്ട് എന്ന് അബ്രഹാം മറുപടി കൊടുത്തപ്പോൾ പിന്നീട് സാറയോടുള്ള വാഗ്ദത്തമാണ് ആ ദൂതന്മാർ കൊടുത്തത്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മടങ്ങി വരും. നോക്കൂ, 3 പേരാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു വ്യക്തി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ കൊണ്ടുവന്നതായ സന്ദേശം ഏകനായി അത്ഭുതങ്ങൾ ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളതായ അരുളപ്പാടാണെന്ന് അബ്രഹാം ഏറ്റുകൊണ്ടു. അബ്രഹാം മനസ്സിലാക്കി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ വാഗ്ദത്തം കേട്ടപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ സാറയോട് ചോദിക്കുകയാണ്, സർവശക്തന്റെ അരുളപ്പാടുകൾ കേട്ടപ്പോൾ നീ ഉള്ളുകൊണ്ട് ചിരിച്ചത് എന്തുകൊണ്ട്? സാറ ദൂതന്മാരോട് ഭയപ്പെട്ടു പോയി. അവളുടെ ഉള്ളിനെ മനസ്സിലാക്കിയ ദൂതന്മാരുടെ സന്നിധിയിൽ സാറ സങ്കടപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല. അവളുടെ തെറ്റിനെ കവർ ചെയ്യാൻ നോക്കി. ദൂതന്മാർ പറഞ്ഞു, നോ, നീ ചിരിച്ചു, തീർച്ചയായിട്ടും നീ ചിരിച്ചു. അവളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവത്തെ ആദ്യം അവൾ കണ്ടു. അപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ളതായ വാഗ്ദത്തമാണെന്ന് സാറയ്ക്ക് മനസ്സിലായി. ആ കുടുംബത്തിൽ ഏകകണ്ഠമായിട്ടുള്ളതായ ഒരു വിശ്വാസത്തിൻ്റെ അണു അവിടെ രൂപപ്പെട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ തരുമ്പോൾ അതൊരു സന്തതിക്ക് വേണ്ടി ആയിരിക്കണമെന്നില്ല. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നുള്ളതായ വിശ്വാസത്തോടുകൂടി നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില വാഗ്ദത്തങ്ങൾ നമുക്ക് തരും. ആ വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെങ്കിൽ ചില സന്ദേശങ്ങളിൽ കൂടെ, ചില ആരാധനകളിൽ കൂടെ, ചില പ്രാർത്ഥനകളിൽ കൂടെ, ചില ദർശനങ്ങളിൽ കൂടെ, ചില ദൈവിക ഇടപെടലുകളിൽ കൂടെ ഒക്കെയും ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ പോരാടും. നമ്മോട് സംസാരിക്കുമ്പോൾ അതൊരു മാനുഷികമായ ആലോചനയായി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അത് കറക്റ്റ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചത് ദൈവം കണ്ടു എന്നതുപോലെ തന്നെ ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ തരുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിക്കും. നീ ഏത് വിലയിൽ, ഏതർത്ഥത്തിൽ, ഏത് ഘനത്തിൽ, ഏത് ആ ഒരു ഗൗരവത്തോടു കൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്തു എന്ന് ദൈവാത്മാവ് പരിശോധിക്കും. സാറേ ദൈവാത്മാവ്, ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവം അവളുടെ തെറ്റുകളെ മനസ്സിലാക്കി അവളെ കറക്റ്റ് ചെയ്തു. അവർ കുടുംബത്തിൽ ഐക്യകണ്ഠേന അബ്രഹാമിനോടൊപ്പം ചേർന്നുകൊണ്ട് സാറ വിശ്വസിച്ചു. അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നവൾ എണ്ണുകയാൽ, നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ സാറയും
വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ, അങ്ങനെ ഒരു വിശ്വാസം സാറയിൽ വന്നപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു ഐക്യവിശ്വാസമായി അത് മാറി. കുടുംബത്തിലൊരു ചേർച്ച, കുടുംബത്തിലൊരു ഭിന്നാഭിപ്രായമില്ല. ദൈവം തരുമോ തരത്തില്ലയോ എന്നുള്ളതായ ഒരു ചോദ്യമില്ല. ദൈവം തരും. ഊവ് എന്നുള്ളതും ഇല്ല എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി. അവർ ഐക്യമായി അവർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവരോട് ചെയ്ത് പറഞ്ഞത് ചെയ്യും. ദൈവം ശക്തനാണെന്ന് അവർ കണ്ണടച്ച് വിശ്വസിച്ചു. ആ വിശ്വാസം അവരിൽ ചില ശക്തിയെ കൊണ്ടുവന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പല വിഷയങ്ങൾക്കായി ദൈവസന്നിധിയിൽ യാചിക്കുന്നവരാണ്. കുഞ്ഞുങ്ങൾക്കായി, തലമുറകൾക്കായി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി, നമ്മുടെ ആവശ്യങ്ങൾക്കായി, പല രോഗങ്ങളിൽ നിന്നുള്ള വിടുതലിനായി, അനേക ആവശ്യങ്ങൾ നമ്മുടെ ചിന്തയിൽ കൂടെ നോക്കിയാൽ മനുഷ്യകരങ്ങളാൽ, മനുഷ്യബുദ്ധിയിൽ കൂടെ അസാധ്യമാണ്, നടക്കത്തില്ല. പക്ഷെങ്കിൽ ദൈവം പറയുന്നത് നടക്കും. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് പറയുന്നത് അത് നടക്കും. അങ്ങനെ നടക്കും എന്ന് ദൈവം നിന്നോട് പറയുമ്പോൾ നിന്റെ ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കും. നീ ഏതർത്ഥത്തിൽ അതെടുത്തു, എത്ര കനശാലിയായി നീ അതിനെ എണ്ണി എന്ന് ദൈവം പരിശോധിക്കും. ദൈവം ശക്തനെന്ന് നീ എണ്ണുമ്പോൾ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രഭാതവും നിന്റെ യാമങ്ങളും ഓരോന്നും സന്ധ്യയും ഉഷസ്സുകളും എല്ലാ മണിക്കൂറുകളും നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ എണ്ണലായി. എന്താണ് എണ്ണുന്നത്? ദൈവം ശക്തൻ. ദൈവം ശക്തനാണ്. വിടുവിക്കുവാനും ശക്തനാണ്, പ്രവർത്തിക്കുവാൻ ശക്തനാണ്, സൗഖ്യമാക്കുവാൻ ശക്തനാണ്, ഈ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ ശക്തനാണ്, ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുവാൻ ശക്തനാണ്. എൻ്റെ ബലഹീനത ദൈവം എനിക്ക് എന്നെ അറിഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്താൽ സാധിക്കും. ദൈവം അരുളി ചെയ്തതിനെ എനിക്ക് തരും എന്നുള്ളതായ എണ്ണൽ നമ്മുടെ ജീവിതത്തിൽ എണ്ണി യാമങ്ങൾ എണ്ണി ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നേർച്ചയായി കരുതുമ്പോൾ, അത് നേർച്ചയായി അർപ്പിക്കുമ്പോൾ ഓരോ യാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ബലത്തെ കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ നമ്മളിൽ ഒരു ശക്തി ആവശ്യമെന്ന് ദൈവത്തിന് മനസ്സിലായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല അസാധ്യതകളും നമ്മളിൽ സാധ്യമാകേണ്ടതിന് ദൈവം നമ്മിൽ നിന്ന് ഒരു ശക്തി ആവശ്യപ്പെടുന്നു. ആ ശക്തിയെ നാം പ്രാപിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മാനുഷിക ശക്തി കൊണ്ട്, മനുഷ്യ അഭിപ്രായത്തിലും മാനുഷിക ബലത്തിലും നമുക്ക് പ്രാപിച്ചുകൂടാ. അതിനൊരു അഭിഷേകം വേണം, ദൈവത്തിൻ്റെ കൃപ വേണം. ആ കൃപയാണ് ദൈവം ഈ പ്രഭാതത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ആ കൃപയാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. നമ്മുടെ അറിവിലും നമ്മുടെ ജ്ഞാനത്തിലും നമ്മുടെ വിവേകത്തിലും നമ്മുടെ തിരിച്ചറിവിലും ധാരാളം അതിന് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ തടസ്സമില്ല. അടുത്ത ആണ്ടിൽ ഞാൻ നിന്റെ അടുത്ത് വരും, അപ്പോൾ നിനക്കൊരു സന്തതി ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞത് ആ 3 പേരുമല്ല പറഞ്ഞത്. അവർ പ്രതിനിധാനം ചെയ്തതായ ഒരുവനുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഏകനായി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, നിന്നോട് സംസാരിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം, നിന്നെ ശക്തനെന്ന് എണ്ണിയവൻ, അല്ലെങ്കിൽ നിന്നെ വിശ്വസ്തനെന്ന് നീ എണ്ണിയവൻ, നിന്നെ എണ്ണിയവൻ, അവനാണ് നിന്നോട് സംസാരിക്കുന്നതെങ്കിൽ ആ ദൈവത്തെ കടന്ന് വിശ്വസിക്കുവാനുള്ള ഒരു എണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മിൽ ശക്തി കൊണ്ടുവരും. വാഗ്ദത്ത നിവൃത്തിക്കായി നമ്മുടെ കുടുംബങ്ങളെ ദൈവം ഒരുക്കും, കുഞ്ഞുങ്ങളെ ഒരുക്കും, തലമുറകളെ ഒരുക്കും, നമ്മുടെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അതിനായി ദൈവം ശക്തി തന്ന് ബലപ്പെടുത്തും. ആ ശക്തിയെ പ്രാപിക്കുവാൻ ഈ പ്രഭാതം, ഈ വചനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.